എല്ലാ മാന്യ ശ്രോതാക്കൾക്കും MGM റേഡിയോ ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രാമായണ മാസമാണല്ലോ ഇത്. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണ കഥയെ അടിസ്ഥാനമാക്കി 6 ഭാഗങ്ങളുള്ള ഒരു ശബ്ദശില്പമാണ് ഇവിടെ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ആദ്യം ബാലകാന്ഡം 1. രാമായണത്തിലെ സുപ്രധാന വരികൾ, നാടകീയ മുഹൂർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി അതിമനോഹരമായതും നാടകീയത മുറ്റി നിൽക്കുന്നതുമായ ശബ്ദശില്പമാണിത്. ഈ പരിപാടിയുടെ സംഗീതം യശശരീരനായ സംഗീതജ്ഞൻ MG രാധാകൃഷ്ണനും രചനയും ആഖ്യാനവും ആകാശവാണിയിലെ പ്രസിദ്ധ നാടക നടൻ P. ഗംഗാധരൻ നായരുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ശബ്ദശില്പം വിദ്യാഭ്യാസ പരിപാടിയുടെ സംവിധായകനായ A. പ്രഭാകരൻ സംവിധാനം ചെയ്തിരിക്കുന്നു. മലയാള നാടക സിനിമാ രംഗത്തെ പ്രസിദ്ധരായ നടന്മാരും ആകാശവാണിയിലെ അനുഗ്രഹീത ശബ്ദ കലാകാരന്മാരുമായ TR സുകുമാരൻ നായർ, വക്കം ഷക്കീർ, P. ഗംഗാധരൻ നായർ, S. രാമൻകുട്ടി നായർ, TP രാധാമണി, CS രാധാദേവി, ലീല പണിക്കർ, കൊല്ലം തുളസി, S. സോമശേഖരൻ നായർ, ആറന്മുള കുഞ്ഞമ്മ, MG ശ്രീകുമാർ, സ്പോട്ട് സുരേഷ് കുമാർ, P. തങ്കച്ചൻ, സതീഷ് ചന്ദ്രൻ, MGK പിള്ള, KG ദേവകിയമ്മ, S. വേണു തുടങ്ങിയവർ ശബ്ദം നൽകിയ ഈ ശബ്ദശില്പം തികച്ചും വ്യത്യസ്തമായൊരു പരിപാടിയാണ്. അധ്യാത്മ രാമായണം 2ാമത്തെ ഭാഗമായ അയോധ്യാകാന്ഡം ആരംഭിക്കുന്നു. താർമകൾക്കൻപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ട് ചൊല്ലൂ സരസമാ. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം മകലും പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൾ. ഒരു ദിവസം നാരദമഹാമുനി പെട്ടെന്ന് ആകാശദേശത്തു നിന്നും ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്നു. രാമചന്ദ്രനാകട്ടെ നാരദ മഹർഷിയുടെ വരവ് കണ്ട് സംഭ്രമത്തോടെ സീതാദേവി സമേതനായി സമീപമെത്തി സാഷ്ടാംഗം പ്രണമിച്ചു. ഉചിതമായ ഇരിപ്പിടം നൽകി അർഹമായ പൂജാവിധികൾ കൊണ്ട് ബഹുമാനിച്ചു. ആ സമയത്ത് നാരദ മഹർഷി, രാമചന്ദ്ര, അങ്ങും ആസനസ്ഥനായാലും. മഹാമുനി, സംസാരികളായ ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങയെപ്പോലുള്ള മഹാജ്ഞാനികളുടെ ദർശനം പുണ്യഫലം കൊണ്ടുണ്ടായതാണ്. എന്റെ ജന്മവും വംശവും രാജ്യവും ഇന്ന് സഫലമായി മഹർഷി. ഇനി അങ്ങ് വന്ന കാര്യം എന്താണെന്ന് ദയവായി അരുളി ചെയ്താലും അങ്ങയുടെ കാരുണ്യത്തോടെ ഞാനത് സാധിച്ചു തരാൻ ശ്രമിക്കാം. രാമ, സാധാരണ മനുഷ്യരെ പോലെ മാധുര്യം കലർന്ന വാക്കുകൾ ഓതി എന്തിനെന്നെ മോഹിപ്പിക്കുന്നു? സർവമാതാവായ മായാ ഭഗവതിയും ഒന്നിച്ചു വാഴുന്ന സർവജഗൽപിതാവായ അവിടുന്ന് ലോകത്രയ മഹാഗേഹത്തിന് ഗൃഹസ്ഥൻ തന്നെയാണ്. സർവസാക്ഷിയും സർവകാരണോപാധിയും അങ്ങ് തന്നെയല്ലേ? രാജീവലോചനനും തേജോമയനുമായ പരമാത്മാവും അവിടുന്ന് തന്നെയല്ലേ? രാമചന്ദ്ര, അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യന്മാരിൽ ഒരുവനായി എന്നെ കാണാൻ കരുണയുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ബ്രഹ്മാവിന്റെ നിയോഗമനുസരിച്ചാണ്. രാവണനെ നിഗ്രഹിച്ച് ലോകപാലനം നിർവഹിക്കുമെന്ന് ദേവകളോട് അരുളി ചെയ്തതുകൊണ്ട് അങ്ങ് ദശരഥപുത്രനായി ഭൂമിയിൽ പിറന്നു. ദശരഥ മഹാരാജാവ് അങ്ങയെ രാജ്യരക്ഷാർത്ഥം രാജാവായി അഭിഷേകം കഴിക്കാൻ തയ്യാറായിരിക്കുകയുമാണ്. അങ്ങ് അതിനെ അനുകൂലിക്കുകയും ചെയ്യും. പിന്നെ രാവണവധം എങ്ങനെ നടക്കും? സത്യലംഘനമാകുമല്ലോ. അതുകൊണ്ട് ഉടനെ തന്നെ വന്ന് അങ്ങയോട് പറയണമെന്ന് അരുളി ചെയ്തു. നാരദ മഹർഷി, ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ സത്യത്തെ ലംഘിക്കുകയില്ലെന്ന് ധരിച്ചാലും നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. 14 സംവത്സരം മുനിവേഷത്തിൽ വനവാസം അനുഷ്ഠിക്കും. അക്കാലത്ത് സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് നിശാചരവംശത്തെയും രാവണനെയും കൊന്നൊടുക്കുന്നുണ്ട്.
ഇത് സത്യം. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ സന്തോഷാധിക്യത്താൽ നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം വച്ച് ദണ്ഡനമസ്കാരവും ചെയ്ത് ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം ദശരഥൻ തന്റെ കുലാചാര്യനായ വസിഷ്ഠ മഹർഷിയെ കണ്ട് വന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു: മഹർഷി, രാമചന്ദ്രന്റെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടചിത്തരായ ജനങ്ങൾ കുമാരനെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. ഞാൻ വൃദ്ധനായി. അതുകൊണ്ട് പുത്രന്മാരിൽ മൂത്തവനായ രാമകുമാരനെ രാജ്യപരിപാലനത്തിനായി എത്രയും വേഗം അഭിഷേകം കഴിക്കണം. സുമന്ത്രരെ, അടിയൻ. വസിഷ്ഠ മഹർഷി അരുളി ചെയ്യുന്നത് പോലെ മംഗളകർമ്മത്തിനുള്ളതെല്ലാം ഒരുക്കി കൊടുക്കും. യുവരാജാവായി നാളെ തന്നെ ശ്രീരാമകുമാരന്റെ അഭിഷേകം നടക്കണം. അഭിഷേകത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉടൻ എത്തിക്കണമെന്ന് സുമന്ത്രരെ ചുമതലപ്പെടുത്തിയ ശേഷം വസിഷ്ഠഗുരു തേരിൽ കയറി ശ്രീരാമസമിധത്തിലേക്ക് ചെന്നു. ആ വിവരമറിഞ്ഞ രഘുവരൻ സീതാദേവിയും ഒന്നിച്ചു ചെന്ന് ഗുരുവിനെ നമസ്കരിച്ച് രത്നപീഠത്തിലിരുത്തി കാൽ കഴുകിച്ച് ആ ജലം സ്വയം ശിരസിൽ വെച്ച് ശുദ്ധി വരുത്തി ചെറുചിരിയോടെ പറഞ്ഞു: അവിടുത്തെ പാദം കഴുകിയ തീർത്ഥം ശിരസിൽ ധരിച്ചത് നിമിത്തം ഞാനിന്ന് പുണ്യവാനായിത്തീർന്നു. രാജകുമാരൻ, അങ്ങയുടെ വാക്കുകൾ നന്നായി. അങ്ങയുടെ പാദപങ്കജ തീർത്ഥം കൊണ്ടാണ് പരമശിവൻ ധന്യതയാർന്നത്. എന്റെ പിതാവായ ബ്രഹ്മദേവനും വിശുദ്ധി ആർജിച്ചത് അവിടുത്തെ പാദതീർത്ഥം കൊണ്ടാണ്. ലക്ഷ്മി ഭഗവതിയോടുകൂടി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നതിന്റെ രഹസ്യം ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. കുമാര, ദശരഥ മഹാരാജാവിന്റെ നിയോഗപ്രകാരം നാളെ അഭിഷേകമുണ്ടെന്നുള്ള വിവരം ധരിപ്പിക്കാൻ എത്തിയതാണ് ഞാൻ. ലക്ഷ്മണ, അച്ഛൻ മുറപ്രകാരം മൂപ്പനുസരിച്ച് എനിക്ക് നാളെ അഭിഷേകം നടത്തും. ഞാൻ അതിനൊരു നിമിത്തം മാത്രമാണ് ലക്ഷ്മണ. രാജ്യഭോക്താവും കർത്താവും നീയാണ്. അനുജ, നീ എന്റെ ബഹിപ്രാണനായതുകൊണ്ട് ഉത്സവത്തിന് ഒരുങ്ങിയിരുന്നു കൊള്ളൂ. എനിക്ക് തുല്യനായത് നീ മാത്രമാണ്. രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് കണ്ട് പരമാനന്ദമടയുവാൻ അയോധ്യാപുരി ആകമാനം വെമ്പി നിൽക്കുന്ന ആ സമയത്ത് ദേവലോകത്ത് ദേവന്മാരെല്ലാവരും ഒരുമിച്ചുകൂടി ആലോചിച്ച് വാണീ ഭഗവതിയുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ അപേക്ഷിച്ചു: ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോദ്യഴുന്നള്ളുകേവം രാമാഭിഷേകവിദ്യം വരുത്തിടുവാൻ നാമരാരും മറ്റില്ല നിരൂപിച്ച ചെന്നുടൻ മന്ധര തന്നുടെ നാവിനെ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരമോട് കൈകയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുഴക്കണം. ദേവന്മാരുടെ അപേക്ഷ ദേവി സ്വീകരിച്ചു. ഉടൻ തന്നെ ത്രിവക്രയായ ശരീരത്തിന് 3 വളവുകളുള്ള കൂനിയായ മന്ധരയുടെ നാവിൽ വക്രബുദ്ധി മാത്രം തോന്നിക്കാൻ പ്രവേശിച്ചു. വാഗ്ദേവത നാവിൽ കടന്നുകൂടിയ നിമിഷം തന്നെ ഉള്ളിൽ എന്തോ നിശ്ചയിച്ചുറച്ചുകൊണ്ട് മന്ധര മാളികമൂടിലേക്ക് കയറിച്ചെന്നു. അവിടെ അവിചാരിതമായി കടന്നുചെന്ന മന്ധരയെ കണ്ടിട്ട് കൈകേയി പറഞ്ഞു: മന്ധരെ, വരൂ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പറയൂ, രാജ്യമാകമാനവും കൊട്ടാരങ്ങളുമെല്ലാം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നല്ലോ, എന്താണ് കാരണം? അറിഞ്ഞില്ലേ? അയ്യോ പാവം,
അല്ലയോ ഭാഗ്യഹീനയും വിവേകശൂന്യവുമായ സ്ത്രീയെ, നാളെ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം കഴിക്കുകയാണ്. നീ ഇതൊന്നും അറിയാതെ മഹാരാജാവിന്റെ പ്രേമഭാജനമാണെന്നും പറഞ്ഞ് കിടന്നുറങ്ങിക്കോ. ആരോരുമില്ലാതെ കഷ്ടപ്പെടേണ്ട ഒരവസ്ഥയാണ് നിന്നെ തുറച്ചു നോക്കുന്നത്. മന്ധരെ, കാതും കരളും കുളിർക്കുന്ന ഈ വാർത്ത അറിയിച്ച നിനക്ക് എന്റെ പാരിതോഷികമായി പൊന്നുകൊണ്ടുള്ള ഈ കാൽച്ചിലമ്പ് സമ്മാനിക്കുന്നു. പരമാനന്ദത്തിൽ മുഴുകേണ്ട സമയത്ത് ദുഃഖിക്കാനുള്ള ഇടവരുമെന്ന് നീ സൂചിപ്പിച്ചതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ദുഃഖിക്കേണ്ട ഒരു കാരണവും കാണുന്നില്ല. എന്റെ മകനേക്കാൾ പ്രിയങ്കരനാണ് എനിക്ക് രാമകുമാരൻ. രാമൻ എന്റെ പൊന്നോമനെയാണ് മന്ധരെ. പെറ്റമ്മയായ കൗസല്യാദേവിയേക്കാൾ അവന് സ്നേഹം എന്നോടാണ്. എന്നോടുള്ളതുപോലെ ഭക്തിയും വിശ്വാസവും ബഹുമാനവും രാമകുമാരന് മറ്റാരോടുമില്ല. ഇഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും എന്റെ ഉണ്ണി എന്നോട് ഉരിയാടിയിട്ടില്ല. സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചിട്ടുള്ളതും എന്നെ മാത്രമാണ്. ദുഷ്ടബുദ്ധിയായ നിനക്ക് രാമനിൽ നിന്ന് ഇങ്ങനെ ഭയം ജനിക്കാൻ എന്താണ് കാരണം? പ്രിയങ്കരനും ദയാശീലനും ശാന്തമൂർത്തിയുമല്ലേ എന്റെ കുമാരൻ? ഭയത്തിന് കാരണം എന്താണെന്നല്ലേ? കേൾക്കൂ, പറയാം. നീ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന മഹാരാജാവ് നിന്നെ നിർദ്ദയം വഞ്ചിച്ചത് നീ അറിയുന്നുണ്ടോ? നിന്റെ ഓമനപുത്രനായ ഭരതനെയും ഭരതന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ ശത്രുഘ്നെയും അമ്മാവിനെ കാണാൻ പറഞ്ഞയച്ചത് കൽപ്പിച്ചു കൂട്ടിയല്ലേ? രാമനെ യുവരാജാവായി അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിലെ അനുഭവങ്ങൾ സൗമിത്രയ്ക്ക് ചെന്ന് ചേരും. കൗസല്യയെയും സുമിത്രയെയും പരിചരിച്ച് അവരുടെ ദാസിയായി നിനക്ക് കഴിയേണ്ടി വരും. ഭരതന് ശ്രീരാമന്റെ പാദസേവ ചെയ്ത് ഈ മഹാരാജ്യത്ത് കഴിയേണ്ടതായും വരും. രാജ്യം മുഴുവൻ ഭരതന്റെ ഭരണത്തിന് കീഴിൽ വന്നാൽ നിനക്ക് കീർത്തി നേടി പ്രൗഢിയോടെ ചിരകാലം ജീവിക്കാം. പ്രിയപ്പെട്ട കൈകേയി, ആവശ്യമുള്ള പക്ഷം ഉചിതമായ ഉപായം പറഞ്ഞു തരാനും ഞാൻ ഒരുക്കമാണ്. കേൾക്കൂ. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ സൈന്യസമേതനായി നീയും ഒന്നിച്ച് രഥത്തിൽ കയറി ദേവലോകത്ത് പോയതും ഘോര യുദ്ധത്തിനിടയിൽ രഥത്തിന്റെ അച്ചുതണ്ടിലെ ആണി ഒടിഞ്ഞു തെറിച്ചപ്പോൾ ധീരതയോടെ നിന്റെ കൈത്തണ്ട് കടത്തി ഭർത്താവിനെ രക്ഷിച്ചു നിന്നതും അത് കണ്ട് അത്യധികം സന്തോഷിച്ച മഹാരാജാവ് നിനക്കിഷ്ടമുള്ള 2 വരം ചോദിച്ചു കൊള്ളാൻ മാറോട് ചേർത്ത് ഉണർന്നുകൊണ്ട് ചോദിച്ചപ്പോൾ ദേവി എന്താണ് പറഞ്ഞത്? ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര, ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ പൂരം വരാതെ കരിതെന്നതേ വേണ്ടു. അങ്ങനെ അന്ന് മഹാരാജാവിൽ തന്നെ നിക്ഷിപ്തമായിരുന്ന ആ 2 വരങ്ങളും തന്റെ ഇടത്തോടെ ഇന്ന് ആവശ്യപ്പെടൂ. പൂർവവേഗം നിനക്ക് കോപവും വൈരാഗ്യവും വരുമ്പോൾ പോയി കിടക്കുന്ന ആ രഹസ്യമുറിയിലേക്ക്. അവിടെ ചെന്ന് ആഭരണങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് നീണ്ടു ചുരുണ്ട കാർകൂന്തൽ അഴിച്ചിട്ട് അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ അണിഞ്ഞ് മുഖവും മാറും കണ്ണുനീർ കൊണ്ട് നനച്ച് നിലത്തു തന്നെ കരഞ്ഞു കരഞ്ഞു കിടക്കൂ. എന്നിട്ട് മഹാരാജാവ് വരുമ്പോൾ ആ വാഗ്ദാനം ചെയ്തിരുന്ന 2 വരങ്ങളും ചോദിക്കൂ. സത്യം ചൊല്ലിച്ച് വാങ്ങിക്കൂ. മന്ധരെ, നീ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി യഥാർത്ഥമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിതാ കോപാലയത്തിലേക്ക് പോവുകയാണ്. ഇനി രാമൻ വനത്തിൽ പോകുന്നതുവരെ ഞാൻ അവിടെ കിടക്കും, ഇല്ലെങ്കിൽ പ്രാണനുപേക്ഷിക്കും. ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയാണെങ്കിൽ നിനക്കനുഭവിക്കാൻ 100 ദേശങ്ങൾ കൂടി ഞാൻ സമ്മാനമായി നൽകും, നിശ്ചയം. നിന്റെ ഈ തീരുമാനത്തിന് തെല്ലും ഇളക്കം തട്ടാതിരിക്കുകയാണെങ്കിൽ ചിന്തിച്ച കാര്യം നിശ്ചയമായും സാധിക്കും. ഇതെന്താണിങ്ങനെ? മന്ദസ്മിതവുമായി എന്നെ സ്വീകരിക്കാനെത്താറുള്ള എന്റെ കൈകേയി എവിടെ പോയി? എന്റെ മനസ്സ് വല്ലാതെ പരിക്ഷീണമാവുന്നു. ദാസികളെ, എവിടെ നിങ്ങളുടെ പ്രിയദർശിനിയായ സ്വാമിനി? മഹാരാജാവേ, ദേവി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാൻ കഴിയുന്നില്ല. തിരുമേനി അങ്ങോട്ട് ചെന്ന് ദേവിയുടെ മനസ്സറിയാൻ ശ്രമിച്ചാലും. പ്രിയേ, പ്രാണേശ്വരി,
എന്താണിത്? വെറും നിലത്ത് പൊടിയണിഞ്ഞ് ദുഃഖിച്ചു കിടക്കാൻ എന്തുണ്ടായി? പറയൂ സ്നേഹമയി. എന്റെ പ്രജകൾ ആരും നിനക്ക് അപ്രിയം ചെയ്യുന്നവരല്ലല്ലോ. ആരെങ്കിലും, അവർ പുരുഷനായാലും സ്ത്രീ ആയാലും, എന്തെങ്കിലും അപ്രിയം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയൂ. അവർക്ക് വധശിക്ഷ വരെ നൽകാൻ ഞാൻ മടിക്കില്ല. നിനക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ കേട്ടുകൊള്ളൂ. എന്റെ പ്രിയപുത്രനായ ശ്രീരാമനാണ് സത്യം പ്രിയേ. നിന്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അതറിയിക്കും. അതുപോലെ ചെയ്യാം. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കും. സത്യപ്രതിജ്ഞയായുള്ള അവിടുന്ന് പറഞ്ഞത് നേരാണെങ്കിൽ എനിക്ക് പഥ്യമായിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ സത്യത്തെ വ്യക്തമാക്കരുത്. പണ്ട് ദേവാസുര യുദ്ധകാലത്ത് അങ്ങയെ രക്ഷിച്ചതിന് സന്തോഷിച്ച് 2 വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ കൽപ്പിച്ചതും വേണ്ടുന്ന സമയത്ത് ചോദിച്ചു കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞതും അങ്ങയ്ക്ക് ഓർമ്മ കാണുമല്ലോ. ആ വരങ്ങൾ ഇന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ചുകൊള്ളൂ പ്രിയേ. 1, അങ്ങ് രാമന് നിശ്ചയിച്ച രാജ്യാഭിഷേകം ഭരതന് ചെയ്യണം. മറ്റൊന്ന്, രാമൻ വനവാസത്തിന് ഇന്ന് തന്നെ പോകണം. ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ച് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് 14 വർഷക്കാലം കാട്ടിൽ വാഴണം. രാമചന്ദ്ര, അയ്യോ, എന്താണ് ഞാൻ കേട്ടത്? കൈകേയി, നീ എന്താണ് ഈ പറഞ്ഞത്? ശ്രീരാമകുമാരൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ മരണത്തിലെത്തിക്കുന്ന വാക്കുകൾ പറയാൻ എന്താണ് കാരണം? നിന്റെ പുത്രന് രാജ്യം കൊടുക്കാം കൈകേയി. അതിന് രാമൻ വനത്തിൽ പോകണമെന്നുണ്ട്. ഭരതൻ രാജാവായിരുന്നാലും രാമനിൽ നിന്നും ഒന്നും ഭയപ്പെടാനില്ല. ഇതാ ഞാൻ നിന്റെ പാദങ്ങൾ പിടിച്ച് യാചിക്കുന്നു. കൈകേയി, രക്ഷിക്കൂ, രക്ഷിക്കൂ. അങ്ങെന്താണ് ഇങ്ങനെ ഭ്രാന്ത് വിളമ്പുന്നത്? സ്ഥിരതയില്ലാതെ സംസാരിക്കുന്നത് മഹാരാജാവിന് ചേർന്നതാണ്. സത്യം ലംഘിച്ചാൽ ചെന്ന് വീഴുന്നത് ഘോര നരകത്തിലാണെന്നതും അറിയാമല്ലോ. പുലർച്ചയ്ക്ക് മുൻപ് തന്നെ രാമൻ വനത്തിന് യാത്ര തിരിച്ചില്ലെങ്കിൽ അങ്ങയുടെ മുൻപിൽ തന്നെ ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിക്കും. എന്റെ പൊന്നുണ്ണി രാമചന്ദ്ര, എങ്ങനെ ഞാൻ എന്റെ കൺമണിയുടെ മുമ്പിൽ ചെല്ലും? രാമ, രാജീവനേത്ര. രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യയായി ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദേന സംഗീതഭേദങ്ങളെന്നിവറ്റെക്കൊണ്ടും പള്ളിക്കുറിപ്പുണർത്തിയിടിനാരന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമാകെ നിറഞ്ഞു ജനങ്ങളാ. രാജരാജേന്ദ്ര പ്രവരനായ ദശരഥ മഹാരാജാവ് വിജയിച്ചാലും ഇതെന്ത്? തിരുമനസ്സുകൊണ്ട് നിലത്ത് കിടക്കുന്നു. ദേവി, രാജപ്രിയതമേ, ഇതെന്താണ് ഇങ്ങനെ തിരുമേനി നിലത്ത് കിടന്ന് ദുഃഖിക്കുന്നത്? വേഗം പറഞ്ഞാലും. കേൾക്കൂ, പറയാം. മഹാരാജാവിന് രാത്രിയിൽ ഉറക്കം വന്നില്ല. അതുകൊണ്ടാണ് അസ്വസ്ഥനായി കാണുന്നത്. ശ്രീരാമനെ വേഗം വരുത്തൂ, അദ്ദേഹത്തിന്റെ ദുഃഖം തീരും. ശ്രീരാമകുമാരനെ ഉടൻ വരുത്താം. പക്ഷേ തിരുമനസിന്റെ നിർദ്ദേശം കൂടി ലഭിക്കാതെ എങ്ങനെയാണ് കുമാരനെ വരുത്തുക? സുമന്ത്രരെ, അങ്ങ് തന്നെ പോയി എന്റെ രാമനെ കൂട്ടിക്കൊണ്ടുവന്നാലും എനിക്കെന്റെ ഉണ്ണിയുടെ മുഖം കാണാൻ തിടുക്കമായി. കുമാര, അങ്ങയെ മഹാരാജാവ് വിളിക്കുന്നു. ഒട്ടും വൈകാതെ അങ്ങോട്ട് എഴുന്നള്ളണം. ലക്ഷ്മണ, വരൂ. സുമന്ത്രരെ, അങ്ങും വരൂ. നമുക്ക് ഉടനെ പുറപ്പെടാം. അച്ഛാ, എന്റെ പ്രണാമം. എന്റെ ഉണ്ണി രാമ, രാമ. എന്ത്? അച്ഛൻ മോഹാലസ്യപ്പെട്ടു വീണുവോ? അച്ഛാ, ആ ശിരസ് എന്റെ മടിയിൽ വിശ്രമിക്കട്ടെ. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? പിതാവിന്റെ ദുഃഖത്തിനുള്ള കാരണം എന്താണ്?
അറിയാവുന്നവർ ദയവായി പറയുക. നീ തന്നെയാണ് അച്ഛന്റെ ദുഃഖത്തിന് കാരണം. ഞാനോ? അതെ, നീ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ ദുഃഖത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. നിന്റെ പിതാവ് പണ്ട് എനിക്ക് 2 വരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് ചോദിച്ചു. അത് രണ്ടും നിന്നെ കൊണ്ട് സാധിക്കേണ്ടതുമാണ്. അതാണ് അച്ഛന്റെ ദുഃഖത്തിന് കാരണം. അദ്ദേഹം സത്യം ചെയ്തു പോയി. അങ്ങനെ സത്യപാശം കൊണ്ട് ബദ്ധനായ താതനെ രക്ഷിക്കൂ. അമ്മേ, താതന് വേണ്ടി ജീവനെയും പെറ്റമ്മയെയും സീതയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പിതാവ് പറഞ്ഞാൽ രാജ്യത്തെ പോലും ത്യജിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ അനുജൻ ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചാലും ഞാൻ ചെയ്യും. അഗ്നിയിൽ ചാടണോ? വിഷം കുടിക്കണോ? പിതാവ് നിയോഗിച്ചാൽ സന്തോഷത്തോടെ ഞാൻ ചെയ്യും. ആജ്ഞാപിക്കാതെ തന്നെ പിതൃഹിതം അനുഷ്ഠിക്കുന്നവനാണ് യഥാർത്ഥ പുത്രൻ. എനിക്കതിൽ ദുഃഖലേശം പോലുമില്ല. ഞാൻ സത്യം പ്രവർത്തിക്കും. ഇത് സത്യം, സത്യം. എന്നാൽ കേൾക്കൂ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. 2-ാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാലനേ താപസവേഷേണ വാഴുകയും വേണം. ഇതാണോ കാരണം? അച്ഛനത് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അമ്മേ, ഭരതൻ അഭിഷേകം ചെയ്യും. ഞാൻ ഉടനെ തന്നെ വനത്തിലേക്ക് പോകുന്നുണ്ട്. രാജ്യം രക്ഷിക്കാൻ ഭരതനും രാജ്യം ഉപേക്ഷിക്കാൻ ഞാനും മതി. അമ്മേ, ആകാശഗംഗയെ പാതാളത്തിൽ ഒഴുക്കി പിതൃക്കൾക്ക് തൃപ്തി വരുത്തിയില്ലേ ഭഗീരഥൻ? പുരു തന്റെ പിതാവിന് യൗവനം നൽകി ജരാന്തരെ ഏറ്റുവാങ്ങി സന്തോഷിപ്പിച്ചില്ലേ? എന്നിട്ടാണോ ഈ നിസ്സാര കാര്യം ചൊല്ലി അച്ഛൻ ദുഃഖിക്കുന്നത്? എന്റെ പൊന്നുണ്ണി, സ്ത്രീജിതനായ ഈ രാജാത്മനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് നീ രാജ്യഭാരം ഏറ്റെടുക്കും. അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല. എന്റെ കുമാര, നിന്നെ പിരിഞ്ഞ് ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെ കഴിയും? എന്നെ പിരിഞ്ഞ് ഘോര വനത്തിൽ നീ എങ്ങനെ പോകും? വയ്യ ഉണ്ണി, വയ്യ. എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഇതിൽ ഇത്രമാത്രം ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? സത്യത്തെ രക്ഷിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട്. എന്റെ സഹോദരൻ നാട് ഭരിക്കട്ടെ, ഞാൻ അരങ്ങത്തിലും കഴിയും. കൗസല്യാദേവി രാജ്യഭാരമേക്കാൻ പോകുന്ന പ്രിയപുത്രനായ രാമന് സകല അഭ്യുദയങ്ങളും ഉണ്ടാകുന്നതിലേക്കായി ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ നടത്തി ദാനധർമാദികൾ ചെയ്ത് ഭക്തി നിർഭരയായി ഭഗവത് പാദാംബുജങ്ങളിൽ മനസ്സ് നട്ടിരിക്കയാൽ രാമകുമാരൻ കടന്നു വന്നത് കണ്ടതേയില്ല. സുമിത്ര വേഗം കൗസല്യയുടെ അടുക്കൽ ചെന്ന് സന്തോഷത്തോടെ പറഞ്ഞു, കൗസല്യാദേവി, രാമകുമാരൻ വന്നത് കണ്ടില്ലേ? നോക്കൂ, ധ്യാനിച്ചത് മതി. കണ്ണു തുറന്നു നോക്കൂ. എന്റെ പൊന്നുമോനെ, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത്? നല്ല വിശപ്പുണ്ടോ? എന്നാൽ ഇരിക്കൂ, ആഹാരം കഴിക്കാം. പ്രിയപ്പെട്ട അമ്മേ, ഇപ്പോൾ ആഹാരം കഴിച്ചു നിൽക്കാൻ എനിക്ക് നേരമില്ല. ഉടൻ തന്നെ വനവാസത്തിന് പോകണം. മുൻപ് കൈകേയി മാതാവിന് അച്ഛൻ 2 വരം നൽകിയിരുന്നു. ഒന്ന് ഭരതനെ വാഴിക്കുവാനും മറ്റൊന്ന് എന്നെ വനത്തിലയക്കാനും. 14 വർഷം വനത്തിൽ പാർത്ത ശേഷം ഞാൻ അമ്മയെ കാണാൻ മടങ്ങി വരും. അമ്മ ഒട്ടും സങ്കടപ്പെടാതെ സന്തോഷത്തോടെ വസിച്ചാലും. എന്റെ രാമ, പൊന്നുമോനെ, ഞാനിതെങ്ങനെ സഹിക്കും? കുഞ്ഞെ, നീ കാനനത്തിൽ പോകുന്നെങ്കിൽ ഈ അമ്മയെ കൂടി കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് അരക്ഷണം പോലും ജീവിക്കാൻ അമ്മയ്ക്ക് കഴിവില്ല മകനെ. ജ്യേഷ്ഠ, ആകെ കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണല്ലോ. എന്താണ് ഇതിന് കാരണം? പിതാവിനോടൊപ്പം സകല സേനാവിഭാഗങ്ങളെയും ബന്ധിച്ച് യമപുരിക്ക് അയച്ചിട്ട് അഭിഷേകം നിർവിഘ്നം ഞാൻ നടത്തുന്നുണ്ട്. അമ്മേ, വേദനിക്കാതിരിക്കണം. ആര്യപുത്രൻ അഭിഷേകം കഴിക്കുവാനുള്ള ശൗര്യം ഈ ലക്ഷ്മണനുണ്ട്. കാര്യമല്ലാത്തത് ചെയ്താൽ ആചാര്യനെയും ശാസിക്കാമെന്ന് വിധിയുണ്ട്. പ്രിയപ്പെട്ട അനുജ, ജ്യേഷ്ഠ, മത്സരബുദ്ധി ഉപേക്ഷിക്കൂ. എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. നിനക്ക് മറ്റാരോടുള്ളതിനേക്കാളും കൂടുതൽ സ്നേഹം എന്നോടാണെന്ന് എനിക്കറിയാം. നിന്നാൽ അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ലെന്നും എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വന്നി സന്തപ്തലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണാമൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം. അമ്മേ, ആത്മാവിനെ അറിയാത്തവരെ പോലെ ആത്മപീഡനം ചെയ്യുന്നത് ശരിയല്ല. കനിയൂറുന്ന ഹൃദയത്തോടെ എന്നെ അനുഗ്രഹിച്ചാലും അച്ഛന്റെ അഭിലാഷം തന്നെ ആയിരിക്കണം അമ്മയുടേത്. ഭർത്തൃകർമ്മത്തെ അനുകരിക്കുകയാണ് പാതിവൃത്യം. അമ്മ സന്തോഷത്തോടെ അനുവദിക്കാമെങ്കിൽ എന്റെ ദുഃഖമെല്ലാം മാറും. അമ്മ ദുഃഖിക്കാതെ കഴിയുകയാണെങ്കിൽ കാലനിവാസം എനിക്ക് സുഖകരമായിരിക്കും. അമ്മേ, ഈ പാദകമലങ്ങളിൽ വീണ് ഞാൻ നമസ്കരിക്കുന്നു. രാമ, എല്ലാ മംഗളങ്ങളും ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കാം. 14 സംവത്സരം കാനനത്തിൽ വസിച്ച ശേഷം വേഗം മടങ്ങി വരിക. പ്രിയപ്പെട്ട ജ്യേഷ്ഠ, എന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും അങ്ങയുടെ അരുളപ്പാട് ശ്രവിച്ച മാത്രയിൽ അകന്നു കഴിഞ്ഞു. അവിടുത്തെ പാദസേവയ്ക്കായി എന്നെയും അങ്ങയോടൊപ്പം വരുവാൻ സന്തോഷത്തോടെ അനുവദിക്കണം. ലക്ഷ്മണ, നീ കൂടെ പോന്നുള്ളൂ. ഞാൻ സീതയെ കണ്ട് യാത്ര ചോദിക്കുവാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സീതയെ തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചുവാനീടുക. നാഥ, രാത്രിയിൽ പോലും അങ്ങയെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടാത്ത അച്ഛൻ വനവാസം നിർദ്ദേശിച്ചതിന് എന്താണ് കാരണം? മഹാരാജാവ് തന്നെയല്ലേ ഇന്നലെ കൗതുകത്തോടെ രാജ്യാഭിഷേക കർമ്മം ആരംഭിച്ചത്? നാഥ, സത്യമാണോ അങ്ങീ പറയുന്നത്? എന്നാൽ കേൾക്കൂ, നിന്നോട് പറയൂ. മന്നവൻ കേകയപുത്രിയാമമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. നാഥ, വനവാസത്തിന് അവിടുന്ന് പുറപ്പെടുമ്പോൾ അങ്ങയുടെ മുന്നിൽ നടക്കാൻ ഞാനുണ്ടാവും. എന്റെ പിന്നാലെ വേണം അങ്ങ് എഴുന്നള്ളുവാൻ. ഒരു കാരണവശാലും എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ല. സീതേ, എന്റെ പ്രാണപ്രിയെ, ഭയജനകമായ ഘോരവനത്തിലേക്ക് നിന്നെ എങ്ങനെ ഞാൻ കൊണ്ടുപോകും? ക്രൂരമൃഗങ്ങളും മനുഷ്യഭോജികളായ രാക്ഷസന്മാരും തിങ്ങി നിറഞ്ഞ വനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ തന്നെ പേടി തോന്നുന്ന വൻ കാടുകളിൽ സീതയെ നിന്നെ എങ്ങനെ കൊണ്ടുപോകും? വഴിപോലും ശരിക്കറിയാൻ പാടില്ലാത്ത ആ വനപ്രദേശങ്ങളിൽ രുചികരങ്ങളായ ആഹാര സാധനങ്ങൾ കിട്ടുകയില്ല. നഗ്നപാദങ്ങൾ കൊണ്ടുള്ള സഞ്ചാരം, ശരീരം തുളയ്ക്കുന്ന തണുത്ത സൂചിക്കാറ്റ്, ഒന്നും നിനക്ക് പൊറുക്കാനാവില്ല സീതേ. ഞാൻ പറയുന്നത് കേൾക്കൂ. അമ്മയെ പരിചരിച്ച് ഇവിടെ കഴിയൂ. പ്രാണപ്രിയ, പതിവ്രതയായ ധർമ്മപത്നിയാണ് ഞാൻ.
എനിക്കൊരാശ്രയത്തിന് ഇവിടെ ആരുണ്ട്? കരുണാമൂർത്തി, എന്റെ പാദ ശുശ്രൂഷാവ്രതം മുടക്കാതിരിക്കണേ. എപ്പോഴും അങ്ങയുടെ സവിധത്തിൽ കഴിയുന്ന എനിക്ക് ആരിൽ നിന്നും ഒരു ശല്യവും ഉണ്ടാവാൻ പോകുന്നില്ല. കായോ കനിയോ എന്തായാലും അങ്ങ് കഴിക്കുന്നതിന്റെ അവശിഷ്ടം എനിക്ക് അമൃതാണ്. ഭർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുവഴികൾ പുഷ്പങ്ങൾ വാരിത്തൂകിയ വഴികളായിട്ടേ എനിക്ക് തോന്നും. എനിക്ക് ഒരു ഭയവും തോന്നുകയില്ല. ഞാൻ നിമിത്തം ഒരു ദുഃഖവും അങ്ങയ്ക്കുണ്ടാവുകയില്ല. പ്രാണ അവസാനം വരെ നാം തമ്മിൽ പിരിയുകയില്ലെന്ന് ചൊല്ലിയ പാണിഗ്രഹണ മന്ത്രം അങ്ങ് ഓർക്കുമല്ലോ. ജാനകി, നിർബന്ധമാണെങ്കിൽ എന്നോടൊന്നിച്ചു പോരൂ. ഇത് ചൊല്ലി നീ ദുഃഖിക്കണ്ട. നിന്റെ ആഭരണങ്ങളെല്ലാം അരുന്ധതിക്ക് ദാനം ചെയ്തേക്കും. അവിടുത്തെ ആജ്ഞ പോലെ. അതാ ശ്രീരാമചന്ദ്രനിൽ നിന്നും നിരവധി ദാനധർമ്മങ്ങൾ ഏറ്റുവാങ്ങിയ ഭൂസുരന്മാരും താപസന്മാരും അന്തഃപുര പരിജനങ്ങളും കണ്ണുനീർ പുഴകൾ ഒഴുക്കി നിൽക്കുകയാണ്. ജാനകീദേവി സ്നേഹപൂർവ്വം അരുന്ധതിക്ക് ദാനം നൽകി സന്തുഷ്ടയായി. ലക്ഷ്മണകുമാരൻ അമ്മയായ സുമിത്രാദേവിയെ കൗസല്യാമാതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് നമസ്കരിച്ച സമയത്ത് മകനെ കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ച ശേഷം ഇപ്രകാരം ഉപദേശിച്ചു. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. അമ്മയുടെ ഉപദേശം ശിരസാവഹിച്ച ലക്ഷ്മണൻ തന്റെ ചാപശരങ്ങൾ എടുത്തുകൊണ്ട് ശ്രീരാമാന്തികമെത്തി വണങ്ങി നിന്നു. ആ സമയത്ത് തന്നെ രാമകുമാരൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് ദശരഥ മഹാരാജാവിനെ വന്ദിക്കുവാൻ അടുക്കലേക്ക് തിരിച്ചു. സുമന്ത്രരെ, രാജോചിതമായ രഥം ഉടൻ തയ്യാറാക്കും. കുമാരനെ യാത്ര തിരിക്കാൻ. എന്റെ ഉണ്ണി, രാമ, സൗമിത്രി, ജാനകി, ഞാൻ എങ്ങനെ ഇത് കണ്ടു നിൽക്കും? ആ പൊന്നോമനകളെ, അരുത്, എനിക്ക് ഈ രംഗം കണ്ടു നിൽക്കാൻ കരുതില്ല. സീതേ, സമയം വൈകിക്കാതെ തേരിൽ കയറും. സ്വാമി, അവിടുത്തെ ആജ്ഞ പോലെ ആ പാദങ്ങളിൽ തൊട്ട് വന്നിച്ചിട്ട് ഞാൻ രഥത്തിൽ കയറിക്കൊള്ളാം. എന്നാൽ ഞാനും നേരം കളയാതെ അച്ഛന്റെ പാദങ്ങൾ വന്നിച്ച് പ്രദക്ഷിണം വെച്ച് പെട്ടെന്ന് വരാം. അച്ഛാ, ഞങ്ങൾ അനുഗ്രഹിച്ചാലും. ജ്യേഷ്ഠ, ചാപബാണങ്ങളെല്ലാം എടുത്ത് ഞാനും ഇതാ ഒരുങ്ങി കഴിഞ്ഞു. സുമന്ത്രരെ, പേര് തെളിക്കും. കൽപ്പന പോലെ. നിൽക്കൂ, ഒരു നിമിഷം. രഥം വിടൂ സുമന്ത്രരെ. ആരവിടെ? എന്നെ കൗസല്യയുടെ അന്തഃപുരത്തിൽ കൊണ്ട് ചെന്നെത്തിക്കൂ. വേഗം. രാമന് വേർപെട്ട് ഈ ഭൂമിയിൽ ഒരു നിമിഷം ജീവിക്കാൻ ഞാൻ ശക്തനല്ല. കൗസല്യേ, ഞാൻ അയ്യോ. സൂര്യോദയമായാൽ ഇവർ സ്നേഹനിധികളായ ജനങ്ങൾ എന്നെ വിട്ടയക്കില്ല. ദുഃഖം താങ്ങാനാവാതെ എല്ലാവരും തളർന്നുറങ്ങുകയാണ്. വീണ്ടും ഉണരുന്നതിന് മുമ്പ് ഇവിടെ നിന്നും യാത്ര തിരിക്കണം. സുമന്ത്രരെ, രഥം സജ്ജമാക്കൂ. നമുക്കുടനെ പുറപ്പെടണം. രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ രാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും കാണാതെ വന്നപ്പോൾ സീതാസമേതനായ രാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ച് പൗരജനങ്ങൾ അയോധ്യയിലേക്ക് മടങ്ങി. ശ്രീരാമചന്ദ്രൻ സീതയും ഒന്നിച്ച് ഗംഗാതടം പ്രാപിച്ച് അനുജനോടൊന്നിച്ച് സ്നാനവും കഴിച്ച്
ശൃംഗിവേരത്തിനടുത്ത് കഴിഞ്ഞു. രാമചന്ദ്രനും സീതാദേവിയും ശിംശപാവൃക്ഷച്ചുവട്ടിൽ സുഖമായി കഴിഞ്ഞുകൂടി. ശ്രീരാമദേവന്റെ ഗംഗാതീരാഗമനം ഒരു മഹോത്സവം പോലെയാണ് ഗുഹൻ ശ്രവിച്ചത്. തന്റെ സ്വാമിയായി, പ്രിയപ്പെട്ട ചങ്ങാതിയായി വന്നു ചേർന്നിരിക്കുന്ന ശ്രീരാമനെ കണ്ട് വന്ദിക്കുവാൻ ഓടിയെത്തിയ ഗുഹൻ ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, അവിടുത്തെ ദർശനത്താൽ അടിയനും കിരാതവംശത്തിലെ അടിയന്റെ ജനനവും ധന്യമായി തീർന്നു. ഈ കിരാതരാജ്യം അവിടുത്തേക്ക് അധീനമാണ് പ്രഭു. അടിയനെയും ഈ രാജ്യത്തെയും അവിടുന്ന് യാതൊരു ദുഃഖവും വന്നു ചേരാതെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തോടെ തിരുമേനി ഇനി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുക. പരമകാരുണികനായ അവിടുന്ന് അടിയന്റെ അന്തഃപുരം ഈ പാദരേണുക്കൾ കൊണ്ട് പവിത്രമാക്കി. ഈ ഫലമൂലാദികൾ സ്വീകരിച്ച് അടിയനെ അനുഗ്രഹിച്ചാലും. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഗുഹൻ കൊണ്ടുവന്ന പേരാലിന്റെ ക്ഷീരം കൊണ്ട് തലമുടി ജടയാക്കി കെട്ടിവെച്ച് ലക്ഷ്മണകുമാരൻ കൊണ്ടുവന്ന ദർഭപ്പുല്ല് വിരിച്ച് കിടക്കയുണ്ടാക്കി ജലം മാത്രം കഴിച്ചുകൊണ്ട് സീതാദേവിയും ഒന്നിച്ച് രാജമന്ദിരത്തിൽ മനോഹരമായ കട്ടിലിലെന്ന പോലെ കിടന്നുറങ്ങി. ലക്ഷ്മണകുമാരൻ അമ്പും വില്ലും ധരിച്ച് ഗുഹനോടൊന്നിച്ച് കാവൽ നിന്നു. തറയിൽ മരച്ചോട്ടിൽ ദർഭവിരിപ്പിൽ കിടക്കുന്ന ആ കിടപ്പ് കണ്ട് സഹിക്കാനാവാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഗുഹൻ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു: നോക്കൂ ലക്ഷ്മണകുമാരൻ, ശ്രീരാമദേവനെ മരച്ചോട്ടിൽ ദർഭപ്പുല്ല് വിരിച്ച് കിടന്നുറങ്ങാൻ ഇടവന്നല്ലോ. നഗരത്തിൽ രാജമന്ദിരത്തിൽ കനകതൽപ്പത്തിൽ കിടന്നുറങ്ങേണ്ട പുണ്യപുരുഷനും ജാനകീദേവിക്കും കാട്ടിലെ തൃണശയ്യയിൽ കിടന്നുറങ്ങാനാണല്ലോ വിധി വന്നത്. മന്ധരയുടെ മനസ്സിനൊത്ത് മഹാപാപം ചെയ്തു കളഞ്ഞല്ലോ കൈകേയി ദേവി. സ്നേഹിത ഗുഹ, ഞാൻ പറയുന്നത് കേൾക്കൂ. രാമഭദ്രന്റെ നാമം നിരന്തരം ജപിക്കൂ. ഒരാളുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണഭൂതൻ മറ്റൊരാളാണെന്ന് പറയുന്നത് ശരിയല്ല. കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളാണ് എല്ലാ ലോകർക്കും സുഖത്തിനും ദുഃഖത്തിനും കാരണമായി തീരുന്നത്. ഗുഹനും ലക്ഷ്മണനുമായി പല കാര്യങ്ങളും പറഞ്ഞു നിൽക്കുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നു. പെട്ടെന്ന് ശ്രീരാമചന്ദ്രൻ ദിനകർമ്മങ്ങളെല്ലാം നിർവഹിച്ച ശേഷം ഗുഹനെ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: ഗുഹ, ഒരു തോണി വരുത്തു, വേഗം. ഉടനെ കൊണ്ടുവരുന്നുണ്ട് പ്രഭു. സ്വാമി, ഇതാ തോണി തയ്യാറായി നിൽക്കുന്നു, കയറിയാൽ. ശൃംഗിവേരാധിപനായ ഗുഹന്റെ വാക്ക് കേട്ടപ്പോൾ മംഗലദേവതയായ സീതാദേവിയുടെ കൈപിടിച്ച് തോണിയിൽ കയറ്റിയ ശേഷം രാമചന്ദ്രൻ ഗുഹന്റെ കൈപിടിച്ച് തോണിയിൽ കടന്നു. സൗമിത്രിയും ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ വലിയ തോണിയിൽ കയറി. ബന്ധുജനങ്ങൾ ഒന്നിച്ച് ഗുഹൻ രാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ഇരുന്നരുളുന്ന തോണി തുഴയാൻ തുടങ്ങി. എല്ലാവരും തോണിയിൽ നിന്ന് മെല്ലെ കരയ്ക്കിറങ്ങി. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും നടന്ന് ഭരദ്വാജാശ്രമ സമീപമെത്തി. ശ്രീരാമചന്ദ്രൻ സീതയോടും അനുജനോടും ഒന്നിച്ച് ആശ്രമാന്തികത്തിലെത്തിയ വിവരം അറിഞ്ഞ ഭരദ്വാജ മഹർഷി ഒട്ടും വൈകാതെ അർഘ്യപാദ്യാദികൾ എടുത്തുകൊണ്ട് വളരെ വേഗം ശ്രീരാമസന്നിധിയിലെത്തി. രാമചന്ദ്ര, അങ്ങയുടെ പാദരജസ് കൊണ്ട് പവിത്രമായി തീർന്നു ഈ പർണശാല. അങ്ങയുമായുള്ള സംഗമത്താൽ എന്റെ തപസ് സഫലമായി തീർന്നു പ്രഭു. അന്ന് രാത്രി മൂവരും ഭരദ്വാജമുനിയും ഒന്നിച്ച് ആശ്രമത്തിൽ കഴിഞ്ഞു. പിറ്റേന്ന് വെളുപ്പിനെണീറ്റ് നിത്യകർമ്മങ്ങൾ കഴിച്ച് കാളിന്തി നദി കടന്ന് ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ച മാർഗത്തിലൂടെ നടന്ന് ചിത്രകൂട പർവ്വതത്തിൽ. അവിടെയാണ് വാൽമീകി മഹർഷിയുടെ പരമപവിത്രമായ ആശ്രമം. ജഗദ്രക്ഷകനായ സീതാലക്ഷ്മണ സമേതനും ജടാമകുടധാരിയുമായ ശ്രീരാമചന്ദ്രനെ കണ്ട് മഹർഷി സന്തോഷാശ്രുക്കൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവരെ കെട്ടിപ്പുണർന്നു. മഹർഷി നൽകിയ ഫലമൂലാദികൾ ഭക്ഷിച്ച ശേഷം ശ്രീരാമൻ പറഞ്ഞു: സർവജ്ഞനായ അങ്ങയോട് ഞങ്ങൾ വനത്തിലേക്ക് വന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. സീതയോടൊന്നിച്ച് സുഖമായി കഴിയുവാൻ അർഹമായ ദേശം ഏതാണെന്ന് അരുളി ചെയ്താലും ഇവിടെ തന്നെ വളരെ നാൾ കഴിഞ്ഞുകൂടണമെന്ന് ആശയുണ്ട്. അങ്ങയെപ്പോലുള്ള ദിവ്യന്മാർ അധിവസിക്കുന്ന മംഗളകരങ്ങളായ ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ വാസോചിതം. രാമ, ലോകാഭിരാമ,
അങ്ങേക്ക് വസിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം ഞാൻ പറയാം. വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ നിന്ന് സ്വന്തം ജീവിതകഥ പറയുവാൻ തുടങ്ങി. രാമചന്ദ്ര, അങ്ങയുടെ നാമമാഹാത്മ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ബ്രഹ്മർഷിയായി തീർന്നത്. ജന്മം കൊണ്ട് ബ്രാഹ്മണ്യവും ഉണ്ടായിരുന്നു. എങ്കിലും പിന്നീട് കിരാതന്മാരുമായി ചേർന്ന് ക്രൂരകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടി വന്നു. ഒരു ശൂദ്ര സ്ത്രീയെ പരിണയിച്ചു. അതിൽ വളരെയധികം സന്താനങ്ങളും ജനിച്ചു. നിർലജ്ജം മോഷണം നടന്നു. ഉത്തമരായ ബ്രാഹ്മണരിൽ നിന്ന് പല സാധനങ്ങളും ഞാൻ പിടിച്ചു പറിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ മുനീന്ദ്രവനത്തിൽ നിന്നും സപ്തർഷികൾ അതുവഴി വന്നു. മുനിമാരുടെ വസ്ത്രങ്ങളും മറ്റും അപഹരിക്കുവാൻ ഞാൻ ഓടിയെടുത്തു. സൂര്യദേവനെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന അവരെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഓടിച്ചെല്ലുന്ന എന്നെ കണ്ട് സംഭ്രമത്തോടെ അവർ പറഞ്ഞു, നിൽക്കൂ നിൽക്കൂ, നീ ഇവിടെ എന്തു ചെയ്യാൻ പോകുന്നു? ഹേ ദുർമതേ, സത്യം പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ ഭാര്യയും മക്കളും വിശന്നു വലഞ്ഞിരിക്കുകയാണ്. അവരുടെ വിശപ്പടക്കാൻ ദിവസവും ഇങ്ങനെ വഴിപോക്കരിൽ നിന്ന് പലതും പിടിച്ചു പറിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന പതിവുണ്ട്. നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിയെടുക്കാൻ വന്നതാണ് ഞാൻ. തന്നേരെ. ശരി, സമ്മതിച്ചു. ഞങ്ങൾ പറയുന്ന കാര്യം ഒന്ന് ദയവായി കേൾക്കൂ. നീ നിന്റെ ഭാര്യയോടും മക്കളോടും പോയി ചോദിച്ചു നോക്കൂ. അവർക്ക് വേണ്ടി നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം പങ്കിട്ടെടുക്കുമോ എന്ന്. നീ മടങ്ങി വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ വീട്ടിലേക്ക് ഓടി മഹർഷിമാർ പറഞ്ഞതുപോലെ എന്റെ കുടുംബത്തോട് ഞാൻ ചോദിച്ചു. അത്യന്തം ശോചനീയമായ മറുപടിയായിരുന്നു അവരിൽ നിന്നും എനിക്ക് ലഭിച്ചത്. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാൻ വേഗം താപസന്മാർ നിന്ന ദിക്കിലേക്ക് ഓടി. അവരുടെ പാദങ്ങളിൽ വീണ് കേണപേക്ഷിച്ചു. എന്നെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു. അപ്പോൾ സപ്തർഷികൾ രാമനാമവർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപത്തിൽ എനിക്ക് ചൊല്ലിത്തന്നു. മര മര എന്ന് ഒരു മന്ത്രം നിത്യവും ജപിക്കാൻ ഉപദേശിച്ചു. സപ്തർഷികൾ തിരിച്ചു വരുന്നതുവരെ ജപിച്ചിരിക്കുവാൻ ഉപദേശിച്ചിട്ട് അവർ പോയി. ഭക്തിപൂർവം യുഗസഹസ്രങ്ങൾ ഞാൻ മര 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 എന്ന മന്ത്രം ചൊല്ലിയിരുന്നു. ശരീരം മുഴുവൻ പുറ്റുകൊണ്ട് മൂടി. അന്ന് സൂര്യന്മാർ ഉദയം ചെയ്ത പോലെ സപ്തർഷികൾ വന്നു. വാൽമീക മധ്യത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് വാൽമീകി എന്ന് എനിക്ക് പേരും തന്നു. ആംനായവേദിയും ബ്രഹ്മജ്ഞനുമായി തീരാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതലാണ് ഞാൻ ഈ മട്ടിലായി തീർന്നത്. ഇന്ന് സീതാലക്ഷ്മണ സമേതനായ അങ്ങയെ കാണാനും ഇടവന്നു, പുണ്യകർമ്മഫലം കൊണ്ട്. രാമചന്ദ്ര, വരിക. അങ്ങയ്ക്കും സീതാദേവിക്കും ലക്ഷ്മണകുമാരനും പാർക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. വരിക, എന്നോടൊന്നിച്ചു വരിക. വാൽമീകിയും ശിഷ്യഗണവും മുമ്പേ നടന്നു. പിന്നിലായി രാജീവലോചനായ രാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും. വാൽമീകിയും ശിഷ്യസമൂഹവും ചേർന്ന് ചിത്രകൂട പർവ്വതത്തിന്റെയും ഗംഗയുടെയും മധ്യഭാഗത്ത് അതിമനോഹരമായ ഒരു പർണശാല ചമച്ചു. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നയനമോഹനങ്ങളായ 2 ശാലകൾ നിർമ്മിച്ച് അവിടെ ഇരുന്നിരുളാൻ മഹാമുനി വാൽമീകി ഉപദേശിച്ചു. ജനകജയോടും അനുജനോടും കൂടി രാമൻ വാൽമീകി മഹർഷിയാൽ നിത്യപൂജിതനായി ബ്രഹ്മസ്വരൂപനായി പരമപവിത്രമായ ആ പർണശാലയിൽ ആനന്ദചിത്തനായി കഴിഞ്ഞു. രാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും കാട്ടിൽ വിട്ടിട്ട് രഥവുമായി അയോധ്യയിലേക്ക് മടങ്ങിയ സുമന്ത്രരെ കണ്ട മാത്രയിൽ ദുഃഖപരവശനായ മഹാരാജാവ് ചോദിച്ചു, സുമന്ത്രരെ, സഹോദരനോടും ജാനകിയോടും കൂടി എന്റെ പൊന്നോമന മകൻ രാമചന്ദ്രൻ ഏത് ദിക്കിലാണിരിക്കുന്നത്? പറയൂ. അവരെന്തെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടോ?
എന്റെ രാമ, നിന്നെ പിരിഞ്ഞ് ദുഃഖം താങ്ങാനാവാതെ മരണത്തോടടുത്ത് കഴിയുന്ന ഈ മഹാപാപിയുടെ കിടക്കയ്ക്കരികിൽ മക്കളുടെ മുഖം കണ്ടുകൊണ്ട് മരിക്കാനുള്ള സുഹൃത്തും എനിക്കില്ലാതെ പോയല്ലോ. മഹാരാജാവേ, രാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും ചിന്തിച്ച് ആരും ദുഃഖിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചാണ് എന്നെ അയച്ചത്. അച്ഛനോട് പ്രത്യേകം പറയാൻ കൽപ്പിച്ചു. അയോധ്യയിലുള്ളതിനേക്കാൾ സുഖസൗകര്യങ്ങളോടെയാണ് ഞങ്ങൾ വനത്തിൽ കഴിയുന്നതെന്ന്. അതിനാൽ അച്ഛൻ ഒരു കാരണവശാലും ദുഃഖിക്കരുതെന്ന്. ആ വിവരം കേട്ടുനിന്ന കൗസല്യാദേവി പൊട്ടിക്കരഞ്ഞു. കൗസല്യാദേവിയുടെ കരൾ പൊട്ടിയുള്ള ഈ പരിദേവനം കേട്ട് ദശരഥ മഹാരാജാവ് ഉണർത്തിച്ചു. കൗസല്യെ, ദുഃഖിച്ചു മരിക്കാറായ എന്നെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കൂ. ഒരു താപസന്റെ ശാപം നിമിത്തമുണ്ടായ അനുഭവമാണിത്. ആ കഥ കേൾക്കൂ. ഒരിക്കൽ അർദ്ധരാത്രി സമയത്ത് നായാട്ടുകൊണ്ട് പരിക്ഷീണനായി നദീതീരത്ത് നിൽക്കുമ്പോൾ ദാഹം നിമിത്തം അച്ഛനമ്മമാർ പറഞ്ഞതനുസരിച്ച് കുടവുമായി ആ പാതിരാത്രിയിൽ വെള്ളമെടുക്കാൻ വന്ന ഒരാൾ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുകയാണ് എന്ന് ധരിച്ച് ഒച്ച കേട്ട് സ്ഥലത്ത് ചെന്ന് ലക്ഷ്യത്തെ പിളർക്കുന്ന അമ്പ് ഞാൻ തൊടുത്തുവിട്ടു. പെട്ടെന്ന് ഒരു നിലവിളി കേട്ടു. അയ്യോ അയ്യോ, ആരോ എന്റെ നേർ കമ്പെയ്തു. അയ്യോ, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തില്ലല്ലോ. ആരാണീ ദ്രോഹം ചെയ്തത്? എന്റെ അച്ഛനമ്മ ദാഹം സഹിക്കാനാവാതെ നോക്കിയിരിക്കുകയാവും. കഷ്ടം. സ്വാമി, ക്ഷമിക്കണം. ഞാൻ ദശരഥ മഹാരാജാവാണ്. എന്റെ അപരാധം പുറത്ത് എന്നെ രക്ഷിച്ചാലും. മൃഗയാവിവശനായി നിന്ന ഞാൻ ആന വെള്ളം കുടിക്കുന്ന പോലുള്ള ശബ്ദം കേട്ട് ബാണമയച്ചതാണ്. ഞാൻ ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അപേക്ഷിക്കുന്നു. ഈ പാപിയുടെ അപരാധം പൊറുക്കണേ. കർമ്മം തടുക്കാനാവുന്നതല്ലല്ലോ. പക്ഷേ അങ്ങയ്ക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകുകയില്ല. കാരണം ഞാൻ വൈശ്യനാണ്. വേഗം അച്ഛനമ്മമാർക്ക് വെള്ളം കൊണ്ടു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കൂ. നടന്നതെല്ലാം അവരോട് തുറന്നു പറയൂ. സത്യമെന്ന് തോന്നിയാൽ അവർ അങ്ങേ രക്ഷിക്കും. അല്ലെങ്കിൽ ശപിച്ചു ഭസ്മമാക്കും. വേഗം ഈ ബാണം വലിച്ചൂരി മാറ്റൂ. കുമാര, ഉടൻ തന്നെ ബാണം മാറ്റുന്നുണ്ട്. ഞാൻ കുടത്തിൽ ജലവുമായി ആ താപസബാലന്റെ മാതാപിതാക്കൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അത്യന്തം പരിഭ്രമത്തോടെയാണ് ഞാൻ അവരെ സമീപിച്ചത്. അപ്പോൾ കേട്ടു. വയസ്സായി കാഴ്ചയും നശിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കുടിവെള്ളം കൊണ്ടുവരാൻ പോയ പുത്രൻ എന്താണിങ്ങനെ വരാൻ വൈകുന്നത്? ഞങ്ങളെ മറന്നു. അവൻ മാത്രമാണ് ഞങ്ങൾക്കൊരാശ്രയം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുത്രനെയും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എന്റെ കാൽപ്പെരുമാറ്റം കേട്ടത്. ആ, നീ വന്നോ മോനെ? എന്താ മോനെ താമസിച്ചത്? വേഗം കുടിക്കാൻ വെള്ളം തരും. ദാഹം സഹിക്കാൻ വയ്യ. ഞാൻ പുത്രനല്ല, അയോധ്യാധിപതിയായ ദശരഥനാണ്. പിന്നീട് നടന്ന സംഭവമെല്ലാം ഭയന്ന് വിറച്ച് അറിയിച്ചു. ആ പരമകാരുണികരും തപസ്വികളുമായ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. എന്റെ പുത്രൻ എവിടെ കിടക്കുന്നു? അവിടേക്ക് ഞങ്ങളെ കൊണ്ട് എന്നാക്കും.
അത് കേട്ട ഉടനെ തന്നെ ഞാൻ അവരെ മുനികുമാരൻ കിടന്ന സ്ഥലത്ത് കൊണ്ടാക്കി. അവിടെ പുത്രന്റെ ശരീരത്തിൽ വീണ് കിടന്ന് പലതും പറഞ്ഞു വളരെ നേരം കരഞ്ഞ ശേഷം ഒരു ചിത കൂട്ടി ജ്വലിപ്പിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അതുപോലെ ചെയ്തു. നീയും പുത്രശോകത്താൽ മരിക്കും എന്ന് ശപിച്ചിട്ട് പുത്രന്റെ ചിതയിൽ വീണ് ആ വൃദ്ധ താപസരും ദേവലോകം പോയി. ആ ശാപത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. താപസവാക്യം ഒരിക്കലും അസത്യമായി വരാറില്ല. ഇപ്രകാരം പുത്രവിയോഗം കൊണ്ടുള്ള കടുത്ത ദുഃഖം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവ് പരലോകപ്രാപ്തനായി. കൊട്ടാരാന്തപുരം കണ്ണുനീരിൽ കുതിർന്നു. നെഞ്ചത്തടിച്ച് നിലവിളിച്ചു രാജമാതാക്കൾ. അയോധ്യാപുരിവാസികൾ ആബാലവൃദ്ധം വിമ്മി വിമ്മിക്കരഞ്ഞു. വസിഷ്ഠമുനി മന്ത്രിമാരോടൊപ്പം കൊട്ടാര അന്തഃപുരത്തിലെത്തി അവരോടായി ഇപ്രകാരം പറഞ്ഞു. അമ്മാവന്റെ കൂടെ കഴിയുന്ന ഭരതനെയും ശത്രുഘ്നെയും ഒട്ടും വൈകാതെ അയോധ്യയിൽ എത്തിച്ചേരുവാൻ ഏർപ്പാട് ചെയ്യും. വസിഷ്ഠ മഹർഷി അരുളി ചെയ്തതനുസരിച്ച് കേകയത്തേക്ക് ദൂതനെ അയച്ചു. അയോധ്യയിൽ പ്രവേശിച്ച കുമാരന്മാർക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത് വിഷാദം വിവർണമാക്കിയ ജനലക്ഷങ്ങളുടെ മുഖങ്ങളും കേൾക്കുവാൻ കഴിഞ്ഞത് അവരുടെ തേങ്ങലുമായിരുന്നു. ഭരതനെ കണ്ട മാത്രയിൽ കൈകേയി കെട്ടിപ്പുണർന്ന് മടിയിലിരുത്തി നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, ഭരത, എന്റെ കുലത്തിലെല്ലാവരും സന്തുഷ്ടരാണല്ലോ. അമ്മയ്ക്കും അച്ഛനും സഹോദരന്മാർക്കും ദുഃഖമൊന്നുമില്ലല്ലോ. എനിക്ക് ദുഃഖമുണ്ട്, അച്ഛനെ കാണാത്തത്. അമ്മേ, അച്ഛൻ എവിടെയാണ് കഴിയുന്നത്? അമ്മയെ പിരിഞ്ഞൊരിക്കലും മുമ്പ് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. പറയൂ അമ്മേ, അച്ഛൻ എവിടെയാണെന്ന് പറയൂ. നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നു? നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിറവേറ്റിയിരിക്കുകയാണ് മോനെ. നിന്റെ പിതാവ് അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തി വിശ്വമെല്ലാം കീഴടക്കി കീർത്തി പരത്തിയ ഒരു മഹാപുരുഷന് ലഭിക്കേണ്ട സൽഗതി പ്രാപിച്ചു കഴിഞ്ഞു മോനെ. എന്ത്? എന്റെ പ്രിയപ്പെട്ട പിതാവ് ചരമമടഞ്ഞെന്നോ? എന്റെ അച്ഛ, എന്നെയും രാജ്യത്തെയും ജ്യേഷ്ഠന്റെ കൈകളിൽ ഏൽപ്പിക്കാതെ അങ്ങ് പൊയ്ക്കളഞ്ഞല്ലോ. ദൈവമേ, ഞങ്ങളെ ഉടയോനില്ലാത്തവരാക്കി കളഞ്ഞല്ലോ. മകനെ, ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആശ്വസിക്കൂ. എല്ലാം ഈശ്വരകൽപ്പിതമാണ്. നിന്റെ അഭ്യുദയമായിരുന്നു എന്റെ ലക്ഷ്യം. ഞാനത് നേടുകയും ചെയ്തു. മരണസമയത്ത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? രാമ, ലക്ഷ്മണ, സീതയെ എന്നുറക്കെ ചൊല്ലിക്കരഞ്ഞു. അതെന്തമ്മേ, അച്ഛൻ മരിക്കുന്ന സമയത്ത് അവരാരും സമീപത്തില്ലായിരുന്നു. കേൾക്ക്, നിന്റെ പിതാവ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുക്കങ്ങൾ കൂട്ടി. മുമ്പ് എനിക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്ന 2 വരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനത് മുടക്കി. നിനക്ക് രാജ്യവും രാമന് വനവും, അതായിരുന്നു വരങ്ങളിലൂടെ നിന്റെ മാതാവ് നേടിയെടുത്തത്. അയ്യോ, ഭർത്താവിനെ കൊന്ന പാതകി, നിശാചരി! നിന്റെ ഗർഭത്തിൽ കിടന്ന ഞാനും മഹാഭാവിയായി പോയല്ലോ. ഇല്ല ഇല്ല, നിന്റെ മുഖത്ത് നോക്കുന്നതും സംസാരിക്കുന്നതും അപഹാസ്യമാണ്. ഇനി എങ്ങനെയെങ്കിലും ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കും. അഗ്നിയിൽ ചാടിയോ, വിഷം കഴിച്ചോ, വാളെടുത്ത് കഴുത്തുവെട്ടിയോ, എങ്ങനെയെങ്കിലും. പരമദുഷ്ടിയായ ഹേ സ്ത്രീ, നിങ്ങൾ ഇത് നിമിത്തം വീഴാൻ പോകുന്നത് കുംഭീഭാഗ നരകത്തിലാണെന്ന് ഓർമ്മിക്കൂ. സഹിക്കാനാവാത്ത ദുഃഖത്തോടെ അതികഠിനമായി കൈയേകിയെ ഭക്ഷിച്ച ശേഷം നേരെ ദുഃഖാഗ്നിയിൽ നീറി അസ്ഥി മാത്ര അവശേഷയായി കിടക്കുന്ന കൗസല്യാമാതാവിന്റെ അടുക്കലേക്ക് വിമ്മിപ്പൊട്ടുന്ന ഹൃദയവുമായി ചെന്നു ഭരതൻ. പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഒട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, എന്റെ പ്രിയപ്പെട്ട അമ്മേ, ജ്യേഷ്ഠന്റെ രാജ്യാഭിഷേകം മുടക്കിയത് ഞാൻ അറിഞ്ഞതേയില്ല. എല്ലാം മാതാവിന്റെ കുബുദ്ധിയിൽ ഉദയം ചെയ്ത ദുഷ്ടതകളാണ്. ഞാൻ നിർദോഷിയാണമ്മേ, എന്നെ തെറ്റിദ്ധരിക്കരുതേ. കരയാതിരിക്കൂ കുഞ്ഞി, നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്കൊരു ദോഷവും വരികയില്ല.
വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പിതൃസംസ്കാര കർമ്മങ്ങളും ഭരതൻ നിർവഹിച്ചു. അതിനുശേഷം ജാനകി ലക്ഷ്മണ സമേതനായി വനത്തിൽ കഴിയുന്ന ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് ഭരതൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അക്കാലത്ത് കുലഗുരുവായ വസിഷ്ഠ മഹർഷി രാജ്യ സംരക്ഷണ ഭാരം ഏറ്റെടുക്കണമെന്ന് ഉപദേശിച്ചത് കേട്ട് ഭരതൻ പറഞ്ഞു, മഹർഷേ, എനിക്ക് ഈ രാജ്യം കൊണ്ട് എന്താണ് പ്രയോജനം? എന്റെ ജ്യേഷ്ഠനാണ് രാജാവ്. ഞങ്ങൾ അവിടുത്തെ ആജ്ഞാനുവർത്തികൾ മാത്രം. ഇതെല്ലാം അറിയാവുന്ന ആളല്ലേ അങ്ങ്? ഏതായാലും നാളെ പുലർച്ചയിൽ തന്നെ ഞാൻ ജ്യേഷ്ഠനെ കാണാൻ വനത്തിലേക്ക് പോകുന്നുണ്ട്. അതിന് ഗുരുജനങ്ങളും എന്റെ പെറ്റമ്മയൊഴിച്ചുള്ള അമ്മമാരും എല്ലാ സൈന്യ സന്നാഹങ്ങളും വേണം. ജടയും വൽക്കലവും ധരിച്ച് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് നിലത്ത് ശയിച്ച് ഭസ്മക്കുറി അറിഞ്ഞായിരിക്കും ഞങ്ങൾ ജ്യേഷ്ഠനെ കാണുക. സൈന്യസന്നാഹങ്ങളോടും പുരവാസികളോടും കൂടി ശൃംഗിവേരപുരത്തെത്തുവാൻ ഗംഗാതീരം പ്രാപിച്ച ഭരതനെ കണ്ട് ഗുഹൻ വല്ലാതെ സംശയിച്ചു. എന്നിട്ട് കിങ്കരന്മാരോട് എന്തിനും തയ്യാറായി തോണികളെല്ലാം സജ്ജമാക്കി നിൽക്കാൻ ഏർപ്പാട് ചെയ്തു. അതിനുശേഷം നേരെ ഭരതനെ സമീപിച്ചു. ഞാൻ ഗുഹൻ അങ്ങയെ പ്രണമിക്കുന്നു. എണീക്കൂ ഗുഹ. ജ്യേഷ്ഠന്റെ പ്രാണപ്രിയനല്ലേ അങ്ങ്? അങ്ങ് പുരുഷശ്രേഷ്ഠനാണ്. ശ്രീരാമചന്ദ്രൻ അങ്ങയെ കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ചില്ലേ? ലക്ഷ്മി ഭഗവതിക്കല്ലാതെ ആ സൗഭാഗ്യം മറ്റാർക്ക് ലഭിക്കും? വരൂ, ജ്യേഷ്ഠനും സീതാദേവിയും ലക്ഷ്മണനും വിശ്രമിച്ച സ്ഥലങ്ങൾ ദയവായി കാട്ടിത്തരും. നിർദ്ദേശപ്രകാരം ഉടൻ 500 തോണികൾ അണിനിരന്നു. ഏറ്റവും വലിയ തോണിയിൽ വസിഷ്ഠ ഗുരുവിനെയും ഭരത ശത്രുഘ്നന്മാരെയും രാജപത്നിമാരെയും മറ്റും കയറ്റി തുഴഞ്ഞ് ഗുഹൻ മറുകര എത്തിച്ചു. വ്യാഘ്രങ്ങളും പശുക്കളും പരസ്പരം സ്നേഹപൂർവ്വം കഴിയുന്ന ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. പിറ്റേ ദിവസം ഗംഗയുടെ ഉത്തരതീരത്തുള്ള ചിത്രകൂടാചലത്തിന്റെ പാർശ്വഭാഗത്ത് ശോഭിക്കുന്ന പരിപാവനവും പുഷ്പഫല സമൃദ്ധവും പ്രകൃതിയാൽ അനുഗ്രഹീതവുമായ ആശ്രമം കണ്ട് വന്ദിച്ചു. ആ പ്രദേശത്ത് പൂഴിമണ്ണിൽ ശ്രീരാമ പാതാരവിന്ദങ്ങൾ പതിഞ്ഞു കിടക്കുന്നത് കണ്ട് ഭരതൻ ആ പൊടിമണ്ണിൽ കിടന്ന് ഉരുണ്ട് കരഞ്ഞ് മണ്ണുവാരി തലയിലണിഞ്ഞു. എന്നിട്ട് ശ്രീരാമചന്ദ്രന്റെ സമീപമെത്തി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. കൂടെ ശത്രുഘ്നൻ. പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞും പലതും പറഞ്ഞും നിൽക്കുന്ന ആ രംഗം വാക്കുകളിൽ ഒതുക്കുവാൻ പ്രയാസം. ഒടുവിൽ കുലഗുരുവായ വസിഷ്ഠനെ സാഷ്ടാംഗം പ്രണമിച്ച് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, വസിഷ്ഠ ഗുരു, പിതാവിന് സുഖമല്ലേ? എന്നെ പിരിഞ്ഞതിൽ അച്ഛൻ ദുഃഖിക്കുന്നുണ്ടോ? എന്നെ അറിയിക്കാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? പിതാവിന്റെ ദുരന്തം കേൾക്കൂ. നിന്നെ പിരിഞ്ഞ നിമിഷം മുതൽ രാമ ലക്ഷ്മണ സീതേ എന്ന് ചൊല്ലിക്കരഞ്ഞ് അദ്ദേഹം ദേവലോകം പൂക്കി. സ്നേഹസ്വരൂപനായ പിതാവിന്റെ ചരമവാർത്ത രാമചന്ദ്രനെ വല്ലാതെ തളർത്തി. ആ കാരുണ്യമൂർത്തിയുടെ കണ്ണുകളിൽ നിന്ന് അശ്രുധാരയൊഴുകി. ലക്ഷ്മണനും സീതാദേവിയും ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുപോയി. വസിഷ്ഠ മഹർഷി എല്ലാവരെയും സമാശ്വസിപ്പിച്ചു. എല്ലാവരും ഗംഗാനദിയിലിറങ്ങി സ്നാനം ചെയ്ത് ഉദകക്രിയകൾ ചെയ്തു. ജ്യേഷ്ഠ, അങ്ങ് ദയവായി എന്റെ വാക്കുകൾ ചെവിക്കൊള്ളണം. അച്ഛൻ നമ്മ പിരിഞ്ഞു. രാജ്യം അനാഥമാകാതെ നോക്കേണ്ടത് അവിടുന്നാണ്. അങ്ങല്ലേ ജ്യേഷ്ഠൻ. ക്ഷത്രിയധർമ്മം പാലിക്കേണ്ട കടമ അങ്ങേക്കുള്ളതാണ്. ഈ വനവാസം ഈ സന്ദർഭത്തിൽ ഒട്ടും ചേർന്നതല്ല. അങ്ങേക്ക് സന്താനങ്ങൾ ജനിച്ച് അവർ വളർന്ന് അവരെ രാജ്യമേൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് വരുന്നതാണ് ഉചിതം. ഭരത, നീ പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേട്ടു. അച്ഛൻ എനിക്ക് വനവാസവും നിനക്ക് രാജ്യഭാരവുമാണ് തന്നത്. അച്ഛന്റെ വാക്ക് പാലിക്കേണ്ട ധാർമ്മികമായ കടമ നമുക്കില്ലേ? ജ്യേഷ്ഠ, എന്നാൽ അവിടുത്തെ മെതിയടികൾ എനിക്ക് തന്നാലും അങ്ങ് തിരിച്ചു വരുന്നതുവരെ അവിടുത്തെ പാതാരവിന്ദങ്ങളാണെന്ന് കരുതി അവയെ പൂജിച്ച് ഞാൻ വാണുകൊള്ളാം. ഇതാ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. മെതിയടികൾ കൊണ്ടുപോയിക്കൊള്ളു. ജ്യേഷ്ഠ, ഞാനിത് കൊണ്ടുപോകാം. പക്ഷേ 14 കൊല്ലം തികയുന്ന ആ ദിവസം
പ്രഭാതത്തിൽ തന്നെ അങ്ങ് വന്നു ചേർന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അങ്ങനെയാകട്ടെ, ഒരു വ്യത്യാസവും വരില്ല. ഞാൻ അന്ന് തന്നെ തീർച്ചയായും എത്തിച്ചേരും. ആധ്യാത്മരാമായണം അയോധ്യാകാന്ഡം സമാപിച്ചു.